കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാനാണ് നിങ്ങളൊക്കെ വെച്ചത്. കുറച്ച് സമയം നിങ്ങൾ എനിക്ക് തരിക. അപ്പൊ നമ്മുടെ ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കി വെച്ച് ഈ ഒരു സുവർണ അവസരത്തെ ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്, അതിനെ ഒന്ന് കേൾക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരു റോക്കറ്റിന്റെ ചിത്രമൊക്കെ കാണുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അതിവേഗം റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു വരാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തിന്റെ പ്ലാനാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് Fijica.com എന്നാണ്. നമുക്കൊക്കെ അറിയാം, ഫിസിക്കലായിട്ടും ഇന്ന് ലോകത്തില് 2 തരത്തില് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അതെ, ഫിസിക്കൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഫിസിക്കൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മൾ ഒരു സാധനം ഒരു ഷോപ്പിൽ പോയി തൊട്ട് നോക്കി അല്ലെങ്കിൽ മണത്ത് നോക്കി രുചിച്ചു നോക്കിയൊക്കെ വാങ്ങുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്രം കണ്ടുകൊണ്ടും അളവുകൾ കണ്ടുകൊണ്ടും മാത്രം വാങ്ങുന്ന പർച്ചേസിംഗ് രീതിയാണ്. അപ്പം 2 തരത്തിലുള്ള പർച്ചേസിംഗ് രീതികൾ ലോകത്തിലുണ്ട്. അതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കൺസെപ്റ്റാണ് Fijica.com എന്നുള്ളത്. അത് നമുക്ക് ഈ ഒരു നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, മീഷോ പോലെ തന്നെ ഷോപ്പിംഗ് വേ ആപ്പാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. അപ്പൊ ഈ ഒരു വാക്ക് തന്നെ, അത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ, ആ ഒരു വാക്കിനെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ടെക്നോളജി ചേഞ്ചസ്, കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? ലാൻഡ് ലൈനിൽ നമ്മൾ എല്ലാവരും സ്മാർട്ട് ഫോണിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ ലിയോൺ സി ബെഗൽസ് ആണ്, അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. ആളുടെ ഒരു കോഴ്സ് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്സ്റ്റ് ഓർ മോസ്റ്റ് ഇന്റലിജന്റ് ഹൂ വിൽ സർവൈവ് ബട്ട് ദോസ് ഹൂ കാൻ ബെസ്റ്റ് മാനേജ് ചേഞ്ചസ്. വേറൊന്നുമല്ല, കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് ബുദ്ധിയുള്ളവരോ ശക്തിയുള്ളവരോ ഒന്നുമല്ല ലൈഫിൽ വിജയിച്ചിട്ടുള്ളത്. കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിക്കുന്നവരാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ലോകം വിരൽത്തുമ്പിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഷോപ്പിംഗ് ലോകം അതിവിശാലാകുന്നു. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലാകുമ്പോൾ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ആകുമ്പോൾ നമുക്ക് അവിടെ വളരെ പരിമിതമായിട്ടുള്ള പർച്ചേസിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ ഷോപ്പിംഗ് ലോകം അതിവിശാലമാകുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന 4 മേഖലകളെ ക്ലബ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ 4 ഇൻഡസ്ട്രികളെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഇ-കൊമേഴ്സ്, രണ്ടാമത് ഡയറക്ട് സെല്ലിങ്, മൂന്നാമത് കൊടുത്തിരിക്കുന്ന റെഫറൽ മാർക്കറ്റിംഗ്, നാലാമത് കൊടുത്തിരിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ? ഇലക്ട്രോണിക് ഡിവൈസിലൂടെ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനെ, വ്യവഹാരങ്ങളെ, അല്ലെങ്കിൽ കച്ചവടങ്ങളെ, സേവനങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നൽകുകയോ ചെയ്യുന്നതിന് നമുക്ക് പറയുന്ന പേരാണ് ഇ-കൊമേഴ്സ്. അപ്പം രണ്ടാമത് വന്നിട്ടുള്ളതാണ് ഡയറക്ട് സെല്ലിങ്, ഇടനിലക്കാരില്ലാത്ത കച്ചവടം എന്ന് പറയും അല്ലെ? അവിടെ വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒരു ഉത്പാദകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതുകൊണ്ട് വിൽക്കുന്നവരും വാങ്ങുന്നവരും മാക്സിമം ലാഭത്തിന് പ്രൊഡക്റ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. മൂന്നാമത് ഇവിടെ കൊടുത്തിട്ടുള്ളത് റെഫറൽ മാർക്കറ്റിങ്ങുകളാണ്. ഇവിടെ നമുക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. റെഫറൽ മാർക്കറ്റിംഗ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 128ഓളം സർവകലാശാലകളിൽ പാഠ്യ വിഷയമായിട്ട് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. റെഫറൽ മാർക്കറ്റ് MLM കമ്പനി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2020 ആ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള ഗവൺമെന്റ് സംവിധാനത്തിന്റെ എല്ലാ സപ്പോർട്ടോടുകൂടി 5ഓളം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, സുഖം, സൗഖ്യം എന്നല്ലേ? നമുക്ക് ഹെൽത്ത് ഉണ്ടായാലാണ് അല്ലെ വെൽത്ത് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡ് സപ്ലിമെന്റുകൾ, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക. നമ്മളൊക്കെ എന്താ പറയാ, അസുഖം വന്നതിന് ശേഷം ഹോസ്പിറ്റലൈസ് പോകുന്നതും അസുഖം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അസുഖം വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളൊക്കെ ഓൾറെഡി വെൽത്ത് ആയിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് 2025 കഴിയുമ്പോഴത്തേക്കും ഒരു $1 ട്രില്യൺ ഇതിന്റെ ഒരു ബിസിനസ് കടക്കും എന്നുള്ളതാണ്. ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇയറും റവന്യൂ കൊടുത്തിട്ടുണ്ട്. 2009 കാലഘട്ടത്തിൽ ഒരു 390 കോടിന്റെ റവന്യൂ ആണ്
ഇവിടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതുപോലെ 2016 ആയപ്പോഴത്തേക്കും 3800 കോടിയുടെ റവന്യൂ ആണുള്ളത്. അപ്പൊ 2009 കാലഘട്ടത്തിൽ ഒരു 390 കോടിയിൽ നിന്ന് ഒരു 10 ഇരട്ടിയോളം വർധനവ് 2016 കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് 2009 കാലഘട്ടത്തിൽ നമ്മുടെ കൈകളിൽ എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 2016 ആയപ്പോഴത്തേക്കും എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായി. അതിലൂടെ എല്ലാവരും സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ശ്രമിച്ചുകൊണ്ടാണ് ആ ഒരു റവന്യൂ അവിടെ കിട്ടിയത്. 2026 ആകുമ്പോഴത്തേക്കും 20,000 കോടിയുടെ റവന്യൂ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് നടക്കും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഒരു 140 കോടി ജനങ്ങളുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 2026 ആകുമ്പോഴത്തേക്കും 20,000 കോടിയുടെ റവന്യൂ കടക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സക്സസ്ഫുൾ ആയ ബിസിനസ് മോഡൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക്, ആമസോൺ, പേപാൽ, ഊബർ, അല്ലെ ഫ്ലിപ്കാർട്ട്, അല്ലെ എല്ലാം ഷോപ്പിംഗ് പേ ആപ്പുകളാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് 26 ആകുമ്പോഴത്തേക്കും 20,000 കോടിയുടെ റവന്യൂ കടക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അടുത്ത ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ബൂമിംഗ് ആണ് അറൌണ്ട് ദ വേൾഡ്. അപ്പൊ ഇവിടെ കൺട്രി കൊടുത്തിട്ടുണ്ട്, പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്, ടേൺ ഓവർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് USA ആണ്. USA പോലൊരു കൺട്രിയിൽ 33 കോടി ജനങ്ങളാണ്. അവിടുത്തെ പോപ്പുലേഷൻ ഒരു 33 കോടിയാണ്. അവിടുത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു 3,37,810 കോടിയുടെ ടേൺ ഓവർ ആണ്. നമുക്കറിയാം ഒരു ജനസംഖ്യയിൽ കുറവുള്ള ഒരു രാഷ്ട്രമാണ്. പക്ഷെ നമ്മുടെ ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമാണ് USA. അവിടെയുള്ള എല്ലാ ജനതയും കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നു. അപ്പൊ അത് തന്നെ ഇപ്പോഴും സമ്പന്ന രാഷ്ട്രമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേഖലയിലെ ചൈന നോക്കുവാണെങ്കിൽ ഒരു 141 കോടി ജനങ്ങളുണ്ട്. അവിടെ തന്നെ 1,31,787 കോടിയുടെ ഒരു ടേൺ ഓവർ ആണ് ഈ ഒരു ബിസിനസ്സിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ മലേഷ്യ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ 3 കോടി ജനങ്ങളെടുത്ത് 30,550 കോടിയുടെ ടേൺ ഓവർ നമുക്ക് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ പോപ്പുലേഷനിൽ സെക്കൻഡ് സ്ഥാനത്തുള്ളതാണ് നമ്മുടെ ഇന്ത്യ. 140 കോടി ജനങ്ങളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുമ്പോൾ അവിടെ വെറും 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമാണ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിന്നുള്ളൂ. അപ്പൊ ഇന്ത്യ സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു കണക്കനുസരിച്ച് ഇന്ത്യ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ 2025 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ്, അല്ലെ? ഉറങ്ങിക്കിടക്കുന്ന ഒരു സത്വമാണെന്നാണ് പറയുന്നത്. ഒരു ഉറങ്ങിക്കിടക്കുന്ന സത്വം ഉണർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വലിയൊരു ബൂമിംഗ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ഒരു വലിയൊരു ബൂമിങ്ങിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 58 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും 53% ലേഡീസ് ആണെന്നുള്ളതാണ്. ഒരു വുമൺ എംപവർമെന്റ് കൂടി വരും കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ ഇതിനൊരു ടേൺ ഓവർ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയും നമ്മുടെ രാഷ്ട്രത്താണെന്നുള്ളത് ഇതിനൊരു കാരണമാണ്. ഇവിടെ 128 സർവകലാശാലകളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിലബസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിലബസ് ആയിട്ട് എടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളാണ് കൊടുത്തിരുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, NSU ഫ്ലോറിഡ, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് പാഠ്യ വിഷയമായിട്ട് തന്നെ സർക്കാർ ഒരു വിഷയത്തെ പാഠ്യ വിഷയമായിട്ട് എടുക്കണമെങ്കിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത അതുപോലെ വരുമാനമുള്ള ഒരു മേഖലയാണെങ്കിൽ മാത്രമാണ് സർക്കാർ ഒരു പാഠ്യ വിഷയമായിട്ട് അതിനെക്കുറിച്ച് എടുക്കുള്ളൂ. അപ്പം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിലടക്കം പാഠ്യ വിഷയമായിട്ടും നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. അടുത്ത ലീഗൽ, അല്ലെ? നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ കേൾക്കും. ഇതിന്റെ ലീഗാലിറ്റിനെ കുറിച്ച് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ഇവിടെ ലീഗാലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ തന്നെ പാൻ കാർഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഏത് സ്റ്റേറ്റിലും വർക്ക് ചെയ്യാൻ, കേരള, തമിഴ്നാട്, തെലങ്കാന, സിക്കിം, കർണാടക തുടങ്ങിയുള്ള ഏത് സ്റ്റേറ്റിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്, അല്ലെ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ വന്ന് ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇന്ത്യ, അതുപോലെ തന്നെ കേരളത്തിലും. അപ്പം ഇതിനെ മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംവിധാനത്തിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ ഒരു മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. IAS, IPS ഉദ്യോഗസ്ഥരുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ ആ ഒരു മോണിറ്ററിംഗിലൂടെ തന്നെയാണ് നമ്മുടെ കമ്പനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും ഫിജിക്കാർട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഒളിച്ചു വെച്ചുകൊണ്ടായിരുന്നില്ല ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇവിടെ കൊടുത്ത പ്രധാന പത്രങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്, കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമിയിലുള്ള അന്നത്തെ ദിവസം വന്ന പത്രക്കട്ടിങ്ങും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ 2018 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്തുള്ള പത്രക്കട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.
ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായിൽ വെച്ച് നടന്ന ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ടെന്നീസ് താരം സാനിയ മിർസയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ടീം മാനേജ്മെന്റ് മുന്നിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അന്ന് അത്ലറ്റിക്കുകൾ ഉപയോഗിക്കുന്ന ന്യൂട്രി ഫുഡിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഒഫീഷ്യൽ പ്രോഗ്രാമിൽ 2018 ഫെബ്രുവരി 23 നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണിത്. അടുത്ത ഫിജിക്കാട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്തുള്ള ഫോട്ടോഗ്രാഫാണ്. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ അന്നത്തെ ഭക്ഷ്യമന്ത്രി തിലോത്തമൻ സാർ ആയിരുന്നു ഇനാഗുറേഷന് വന്നിട്ടുണ്ടായിരുന്ന. ചീഫ് ഗസ്റ്റ് ആയിട്ട് തെന്നിന്ത്യൻ ആക്ട്രസ് തമന്ന പാണ്ഡെ ഉണ്ടായിരുന്നു. നമ്മുടെ ടീം മാനേജ്മെന്റ് ബോബി സാറിനൊക്കെ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് ലീഡിംഗ് ഡയറക്ടർ കമ്പനിയായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ടെറിട്ടറി എക്സ്പാൻഷൻ രീതിയിൽ USA, മലേഷ്യ, നേപ്പാൾ പോലുള്ള രാഷ്ട്രങ്ങളിലേക്കും ഇപ്പൊ ഈ അടുത്ത് ഇസ്രയേലിലും കൂടി നമ്മുടെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയൊക്കെ പരിചയപ്പെട്ടു. അതിന്റെ മാനേജ്മെന്റ് അല്ലെ, ഏതൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ മാനേജ്മെന്റിനെ തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബോച്ചെ അല്ലെ, ബോബി ചെമ്മണ്ണൂർ എന്ന ചുരുക്ക പേരിൽ ബോച്ചെ എന്നറിയപ്പെടുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ബോച്ചയാണ് നമ്മുടെ കമ്പനിയുടെയും ചെയർമാനായിട്ട് വരുന്നത്. ഒട്ടനവധി ബിസിനസ് മേഖലയുടെ ഒട്ടനവധി ബിസിനസ്മാൻ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കൂടി ഒരു സെലിബ്രിറ്റി ബിസിനസ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ബോച്ചെ തന്നെയാണ്. അപ്പം ഒരു 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു 3ാമത്തെ തലമുറയിലുള്ള ആള്. ഇപ്പൊ ഒരുപാട് ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പൊ അതിലെ ബിസിനസ് കാര്യങ്ങൾ ഓക്സിജൻ റിസോർട്ട്, ബോച്ചെ ടൂർസ് ആൻഡ് ട്രാവൽസ്, ബോച്ചെ ഹോം അപ്ലയൻസ്, അങ്ങനെ നിരവധി ഓക്സിജൻ റിസോർട്ട്, അങ്ങനെ നിരവധി ബിസിനസ് മേഖലയുടെ ഉടമയും കൂടിയാണ് നമ്മുടെ ബോബി സാർ. അടുത്ത വിഷനും മിഷനുമാണ് കൊടുത്തിട്ടുള്ളത്. വിഷനായിട്ട് കമ്പനി കൊടുത്തിട്ട് അല്ലെ, വ്യക്തമായിട്ടുള്ള വിഷനോടും കൂടിയാണ് കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അത് കേരളത്തിലോട്ട് വന്നതും വ്യക്തമായിട്ടുള്ള ഒരു വിഷനോടും കൂടിയാണ്. അപ്പൊ ഇവിടെ വിഷനായിട്ട് കൊടുത്തിരിക്കുന്ന വലിയൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം പണിതുയർത്തി കസ്റ്റമർക്ക് തന്നെ വേറിട്ട ഒരു അനുഭവം കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു കസ്റ്റമറെ കൂടി പാർട്ണറാക്കി അവരുടെ വീടുകളിലേക്ക് നല്ലൊരു വരുമാനം എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ഏതൊരു കമ്പനിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ ഒരു കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വേൾഡ് 2025 ആകുമ്പോഴത്തേക്ക് വേൾഡ് ഫസ്റ്റ് ആകാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഹെഡ് ഓഫീസ് നമ്മുടെ തൃശ്ശൂർ നെല്ലായി ടോൾ പ്ലാസയ്ക്ക് അടുത്താണ്. അവിടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്ന ഓഫീസും അതേപോലെ തന്നെ ലോജിസ്റ്റിക് ഹബും കാര്യങ്ങളും തിരുപ്പൂർ കോട്ടൺ മില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 80 പരം പിക്കപ്പ് സ്റ്റോറുകളുടെ ചിത്രമാണ് കാണുന്നത്. നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ എത്തുന്നത് പിക്കപ്പ് സ്റ്റോർ വഴിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇവിടെ ഫിജി ബ്രാൻഡ്സ്, ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി കൊടുക്കുന്ന സാധനങ്ങളോ സേവനങ്ങളോ നമുക്ക് നൽകിയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ആര്യസുക്ത, ഫിജി ഗ്രീൻ, ബോബീസ്, ലീവെയർ, ടിവോണ, സ്ലീവെയർ, അങ്ങനെ ഒസോണ, അങ്ങനെ തുടങ്ങിയ നിരവധി ബ്രാൻഡിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളുണ്ട്. ആര്യസുക്ത എന്ന് പറഞ്ഞാൽ വെൽനസ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ്, നമ്മുടെ ക്ലീനിങ് ഐറ്റംസ്, സോപ്പ്, പേസ്റ്റ് ഒക്കെ ഒരു ബ്രാൻഡിൽ അറിയപ്പെടുന്നു. രണ്ടാമത് വന്ന് ഫിജി ഗ്രീൻ, ഗ്രോസറി അല്ലെ, വീട്ടമ്മമാരുടെ പ്രൊഡക്റ്റുകളാണ് അല്ലെ, ഗ്രോസറി ഐറ്റംസ്, പയറ്, പരിപ്പ്, കടല, ഇങ്ങനെയുള്ളതൊക്കെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഫിജി ഗ്രീൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അറിയപ്പെടുന്ന സമയത്ത് നമ്മുടെ വീടിനടിക്കുന്ന പെയിന്റ് ടിവോണ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്ലീവ്ലെയർ, ബെഡ്ഷീറ്റ്, ലീവെയർ, കിച്ചൺ വെയർ, അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മുടെ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റുകൾ മാത്രം, ചിലർ ബ്രാൻഡ് മാറാതെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരവും കമ്പനി ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഈ അടുത്ത് ബോച്ചെ ടീ എന്ന ഒരു പ്രൊഡക്റ്റും കൂടി നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ വേറൊരു പ്രൊഡക്റ്റ് ആണ് ബോച്ചെ ടീ. അതുപോലെ തന്നെ നിരവധി ബ്രാൻഡ്, പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡും നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെട്ടു, മാനേജ്മെന്റിനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ കൺസെപ്റ്റിനെ പരിചയപ്പെട്ടു. ഇതിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം, നമ്മുടെ KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്ത വ്യക്തികൾക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഈ കൺസെപ്റ്റിലേക്ക് കടന്നു വരാവുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോമിലൂടെ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരാം. ഒരു ആപ്ലിക്കേഷൻ ഫോമും കൂടി ഉണ്ട്, അത് ഫില്ല് ചെയ്ത് നമുക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിന് വേണ്ടിയാണ് ഈ ഒരു കൺസെപ്റ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വരുമാനം കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ കമ്പനികളെയും പോലെ നമ്മൾ പ്രൊമോഷൻ തന്നെയാണ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷൻ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ ഇതിലൂടെ നമ്മുടെ കമ്പനി 2 തരത്തിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ പ്രൊമോഷൻ, അതുപോലെ ഫിസിക്കൽ പ്രൊമോഷൻ. ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് വഴി നമ്മുടെ ആ ഒരു സമയത്ത് കിട്ടുന്ന റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ ചെയ്യാം. അതുപോലെ ദൂരെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രൊമോഷൻ, നമ്മുടെ സുഹൃത്തുക്കളെ നേരിട്ട് പോയി കണ്ട്, അവരുടെ വീട്ടിൽ പോയി കണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ നടക്കുന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലും നമുക്കൊരു ഫിസിക്കൽ പ്രൊമോഷന്റെ ഭാഗമാണ്. അപ്പൊ 2 തരത്തിലും നമുക്ക് 2 തരത്തിൽ ഇരുന്നിട്ട് ഏതൊരാൾക്കും ചെയ്യാം, 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഫിജിക്കാർഡ്.com എന്നത്. അടുത്ത ട്രേഡ് വിത്ത് ടെക്നോളജി. ഇന്ന് നിലവിൽ നമ്മുടെ നാട്ടിൻപുറത്തെ കച്ചവടവും അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഫിജിക്കാർഡും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന ഒരു കച്ചവടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഉൽപാദകനിൽ നിന്ന് ഫസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഒരു ഉൽപാദകൻ ഒരുപാട് ഇടനിലക്കാരിലൂടെ കൈമറിഞ്ഞ് ഒരു റീറ്റെയിലിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്ന സമയത്ത് ഒരു ഉൽപാദകൻ 5 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെ. എൻ്റെ ഹസ്ബൻഡ് ഒരു കർഷകനാണ്. ആള് ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൃഷിയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് ഒരു വാഴ കൊല ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിൽക്കുന്ന സമയത്ത് മിനിമം കിട്ടുന്ന ഒരു 25 രൂപയ്ക്കാണെങ്കിൽ അത് ഒരുപാട് ഇടനിലക്കാരിലൂടെ കൈമറിഞ്ഞ് 10 കിലോ ഉള്ള ഒരു കൊല വിൽക്കുമ്പോൾ ഒരുപാട് ഇടനിലക്കാരിലൂടെ കൈമറിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് അല്ല എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അത് എത്തുന്ന സമയത്ത് അവർ 1 കിലോ കായ്ക്ക് അവിടെ 50 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അപ്പം അവിടെ ബാക്കിയുള്ള അവരുടെ ലാഭങ്ങളും കാര്യങ്ങളും, ഇടനിലക്കാരാണ് ലാഭങ്ങളും കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കോ ലാസ്റ്റ് വാങ്ങുന്ന ആൾക്കോ ഒരു ലാഭവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇ കോമേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നടക്കുന്ന കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചർ, ഒരു ഉൽപ്പാദകനിൽ നിന്ന് മൊത്തത്തിൽ അവർ പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ഒരു വെണ്ടർ സിസ്റ്റത്തിലൂടെ അല്ലെ കമ്പനിയുടെ മാക്സിമം ലാഭം എടുത്തതിന് ശേഷം ഒരു കസ്റ്റമർ ഇതിൽ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് ഞാനൊരു പ്രൊഡക്റ്റോ ഒരു നല്ലൊരു ടോപ്പോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു ഫോണോ വാങ്ങുന്ന സമയത്ത് ചെറിയൊരു ഡിസ്കൗണ്ടോട് കൂടി ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടുന്നു. ബാക്കി ലാഭം മുഴുവൻ കമ്പനിയാണ് എടുക്കുന്നത്. നേരെ മറിച്ച് അത് ഫിജിക്കാർഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫിജിക്കാർഡ് മാനുഫാക്ചറിനോ ഡിസ്ട്രിബ്യൂട്ടർ വഴി എടുക്കുന്നത് വഴി ഫിജിക്കാർഡിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളോ പെയിന്റോ എന്തെങ്കിലും വാങ്ങുന്നതോടൊപ്പം തന്നെ അവിടെ കസ്റ്റമർക്ക് ഒരു പാർട്ട്ണർ സ്റ്റോർ കൂടി കിട്ടുകയാണ്. ആ ഒരു പാർട്ട്ണർ സ്റ്റോർ മാത്രമല്ല കമ്പനി നമുക്ക് വരുമാനം കൂടി തരുന്നത്. 7 തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് കൂടി, വരുമാനം കൂടി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്, നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 7 തരത്തിലുള്ള വരുമാനമാണ് ഇവിടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അപ്പൊ ഇവ ഓരോന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെറിയൊരു വരുമാനം വരുന്നു. അതായത് ഒരു ഹോൾസെയിൽ കടക്കാരനെടുത്ത ഒരു റീറ്റെയിലർ വാങ്ങി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ലാഭം എന്നുള്ള രീതിയിലേക്കാണ് റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മളിലേക്ക് എത്തുന്നത്. അതുവഴി നമുക്കൊരു പാർട്ട്ണർ സ്റ്റോറും കൂടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് വന്നത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ്. ഈ ഒരു കൺസെപ്റ്റിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. അതുപോലെ കമ്പനിയുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ബൈനറി സിസ്റ്റത്തിലാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് പോയി, ഈ ഒരു വരുമാനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മളൊരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുത്ത് നമ്മളൊരു കട ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഫ്രാഞ്ചൈസികൾ തുറക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. അവിടെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സെയിൽസ് വോളിയത്തിന്റെ ഒരു പേസ്റ്റ് വാങ്ങുകയും നമ്മുടെ ഒരു ബന്ധു ഒരു സെയിൽസ് വോളിയത്തിന്റെ സോപ്പ് വാങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് 20 രൂപയാണ് ക്രെഡിറ്റ് ആവുന്നത്. അപ്പം നമ്മളൊരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് അത് മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം നടക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ അന്നത്തെ ദിവസം ലഭിക്കുന്ന ഒരു വരുമാനം 2000 രൂപയാണ്. അപ്പൊ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് വേറെ ഫ്രാഞ്ചൈസികൾ വേറെ സ്ഥലങ്ങളിൽ തുറക്കുന്ന സമയത്ത് ഒരു ദിവസം 500 സെയിൽസ് വോളത്തിന്റെ കച്ചവടം ഒരു ബ്രാഞ്ചിലും മറു ബ്രാഞ്ചിൽ 500 സെയിൽസ് വോളത്തിന്റെ കച്ചവടം നടക്കുന്ന സമയത്ത് ഇത് രണ്ടും മാച്ചായി അന്നത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 10000 രൂപയാണ്. അപ്പൊ ബിസിനസ് ആണ്, എല്ലാ ദിവസവും ഒരുപോലെ നടക്കത്തില്ല.
അപ്പൊ അവിടെ നമ്മൾ ഒരു വിങ്ങിലേക്ക് ഒരു 500 സെയിൽസോളത്തിന്റെ കച്ചവടമാണ് ഒരു ദിവസം നടന്നുള്ളെങ്കിൽ മറു വിങ്ങിൽ 1000 ആണ് നടന്നതെങ്കിൽ വിചാരം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന 1000-ലെ 500 ഇപ്പുറത്തുള്ള 500 മാച്ചായി അന്ന് നമുക്ക് കിട്ടുന്നത് 10,000 രൂപയാണ്. അപ്പൊ 10,000 രൂപ അന്നത്തെ ഒരു ദിവസം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇങ്ങനെ ഒരു ദിവസം നിരവധി വരുമാനം, ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ വരുമാനം ഒരു വ്യക്തിയിലേക്ക് പോകുന്ന സമയത്ത് കമ്പനി ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് അല്ലെ, കമ്പനി പൂട്ടിപ്പോകും. അപ്പൊ ഒരു വ്യക്തിയിലേക്ക് ഒരുപാട് ഓവർ വരുമാനം വരുന്നതിന്റെ ഒരു തടയിട്ടുകൊണ്ട് കമ്പനി അവിടെ ഒരു ദിവസം മാക്സിമം 1500 സെയിൽസോളം ലെഫ്റ്റ് വിങ്ങിലും 1500 സെയിൽസോളം റൈറ്റ് വിങ്ങിലും മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 30,000 രൂപയാണ്. അപ്പം പെർ ഡേ 30,000 രൂപയാണെങ്കിൽ മന്ത്ലി ഇൻകം എത്രയാണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മാസം 9 ലക്ഷം രൂപ വരെ വാങ്ങാൻ പറ്റുന്നൊരു ബിസിനസ് അവസരത്തിന്റെ പ്ലാനാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പം ഉറക്കം വരാതെ കേൾക്കുക. അടുത്ത് വന്നത് ജനറേഷൻ ബോണസ് ആണ്. അപ്പം ഇത് കമ്പനിയുടെ സൺഫ്ലവർ സിസ്റ്റത്തിലാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ ബൈനറി ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്. ഇത് രണ്ടും ചേർന്ന് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ജനറേഷൻ ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ ഡയറക്റ്റായി വന്ന ആൾക്കാരും അവരിലൂടെ ഭാവിയിൽ നടക്കുന്ന റീപർച്ചേസിങ്ങിലൂടെയും നമ്മളിലേക്ക് എത്തുന്ന ഒരു വരുമാനമാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. അത് കമ്പനിയുടെ 20% തൊട്ട് 50% ടോട്ടൽ ബിസിനസ് വോളിയം അനുസരിച്ചാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ഈ ഒരു ഇൻഷുറൻസ് അല്ലെ, നമ്മൾ ഇന്ന് എല്ലാവരും അറിയാം, എല്ലാവരും അസുഖങ്ങളും ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുത്ത് പൈസ കൊണ്ട് കളയുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റലൈസ്. അപ്പൊ ഇവിടെയും അവിടെ നമ്മുടെ കമ്പനി ഈ ഒരു ഫിജികാർഡ്.com എന്ന് പറഞ്ഞ കമ്പനി നമ്മളെ കൈവിടുന്നില്ല. നമുക്കൊരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് 2 ലക്ഷം രൂപയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഈ ഒരു കൺസെപ്റ്റിന്റെ പ്ലാന് കേൾക്കുന്ന ഏതൊരു വ്യക്തിയെയും ആകർഷിക്കുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് അല്ലെ. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാകട്ടെ, വീട്ടമ്മമാരാകട്ടെ, തൊഴിലൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരാകട്ടെ, ഒരു മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു 10,000 രൂപ നമ്മുടെ കൈകളിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു 10-നും 15-നും ഇടയ്ക്കുള്ള എമൗണ്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരന്റെ സ്വപ്നമാണ് അല്ലെ. നിലവിൽ കിട്ടുന്ന വരുമാനത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു 10,000 രൂപ എന്നുള്ളത് നമുക്കൊരു സ്വപ്നമാണ്. ഞാനും ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ കാരണം ഈ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണ്. കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞ 3ാമത്തെ റാങ്ക് എത്തുമ്പോൾ തൊട്ട് നമുക്കൊരു സ്ഥിര വരുമാനം ലഭിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുഖേന കമ്പനിയിൽ ഒരു 300 സെയിൽസോളത്തിന്റെ കച്ചവടം നടക്കുന്ന സമയത്ത് അത് മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു 6,000 രൂപ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് കമ്പനി ഒരു 10-ന് മുകളിലുള്ള എമൗണ്ട് സ്ഥിര വരുമാനമായിട്ട് നമുക്ക് തരുന്നതാണ്. ആനുവൽ പ്രോഫിറ്റ് നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് വെറുതെ വന്നതല്ല, നമ്മുടെ ഈ കമ്പനിയുടെ ഒരു പാർട്ണർഷിപ്പാണ് എടുക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ കമ്പനിയുടെ ഒരു പാർട്ണർഷിപ്പും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ ഒരു പാർട്ണർഷിപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റിനും കൂടി അർഹരാണ്. അപ്പൊ തുടക്ക സമയത്ത് അതിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് റാങ്കായ ഡിവിഷണൽ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറഞ്ഞ ഒരു റാങ്കിൽ, അതിന് മുകളിലായിട്ടുള്ള റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ആനുവൽ പ്രോഫിറ്റ്. 0.5% തൊട്ട് 1.5% വരെ ടോട്ടൽ ബിസിനസ് വോളിയം അനുസരിച്ച് ആ ഒരു റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് വീതിച്ചു തരുന്നത്. അപ്പൊ കോടിക്കണക്കിന് ടേൺ ഓവറുള്ള ഒരു ബിസിനസ് ആണ് ഫിജികാർഡ്.com എന്നുള്ളത്. അപ്പൊ അത് തന്നെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തത് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇപ്പം 7 തരത്തിലുള്ള വരുമാനത്തിന് പുറമെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സും കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തിയാണ് 7 വരുമാനം തരുന്നത്. കുറച്ച് അവാർഡ്സ് റിവാർഡ്സ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നത് റൈഡർ ഫണ്ട് ആണ്. കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞ 6ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ്. ഒരു ബൈക്ക് ഫണ്ട് എന്നുള്ള രീതിയിലായിട്ടാണ് അത് കമ്പനി നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ബൈക്ക് വാങ്ങുക, ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കി തരുന്നതാണ്. അടുത്ത കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറഞ്ഞ റാങ്കില് 10ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്കും 5 ലക്ഷം രൂപയുടെ ഒരു കാർ ഫണ്ടാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും നമുക്ക് ഫണ്ടായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് GST കഴിച്ചിട്ട് ക്രെഡിറ്റ് ആക്കി തരുന്നതാണ്. അടുത്തത് ഒരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് ആണ്. അപ്പൊ കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് തരുന്നതാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് മാത്രം നമ്മുടെ കൈകളിലേക്ക് എത്തില്ല, കാരണം അതിനും നമ്മൾ ഫുഡടിക്കും എന്നുള്ളത് കൊണ്ട് കമ്പനിക്ക് അറിയാം നമ്മൾ യാത്ര പോകണമെന്ന് നിർബന്ധമുണ്ട്. ഇത് ഫണ്ടായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്, ആ യാത്ര ആസ്വദിച്ച് തന്നെ അത് പോയി തന്നെ നമ്മൾ തീർക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഫണ്ടായിട്ട് നമ്മളിലേക്ക് എത്തുന്നതല്ല. 10 ലക്ഷം രൂപയാണ് ടൂർ ഫണ്ടായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം കാർ ഫണ്ടാണ് അല്ലെ. നമ്മൾ കേട്ടത് 9 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിന്റെ പ്ലാനാണ്.
അപ്പൊ നമുക്കറിയാം 9 ലക്ഷം മാസം വാങ്ങുന്ന ഒരാള് മിനിമം 50 ലക്ഷം വരെയുള്ള കാറിലെങ്കിലും പോകണമെന്ന് കമ്പനിക്ക് നിർബന്ധം ഉള്ളത് കൊണ്ടാണ് 50 ലക്ഷം രൂപ കമ്പനിയുടെ 12ാമത്തെ റാങ്കായ നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുമ്പോൾ നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നമാണ് ഒരു ഹാപ്പി ഹോം ഫണ്ട് എന്നുള്ളത്. നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ 1 കോടി രൂപയുടെ ഒരു വില്ല ഫണ്ടാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അതും നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. അടുത്തത് ഇവിടെ കുറച്ച് റാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് കയറുന്നത്. അവിടുന്ന് ഓരോ റാങ്കുകൾ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞ റാങ്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും 13ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന കുറച്ച് റാങ്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൗ കാൻ വി അച്ചീവ് തോട്ട് ഡിജിറ്റൽ അക്കാദമി അല്ലെ? ഒരു സാധാരണ വീട്ടമ്മയായ ആള് തൊട്ട് എഡ്യൂക്കേറ്റഡ് ആയ ആള് വരെ ബിസിനസിനെ കുറിച്ച് എന്താണെന്ന് അറിയാതെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബിസിനസ് നല്ല രീതിയിൽ പഠിക്കാൻ ഒരു ഡിജിറ്റൽ അക്കാദമി തന്നെയുണ്ട്. ഇവിടുത്തെ സേവനങ്ങൾ തികച്ചും സൗജന്യമായിരിക്കും. അടുത്ത കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസും ലോജിസ്റ്റിക് ഓഫീസും റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ